എല്ലാവർക്കും നമസ്കാരം. വിചാരണയുടെ മറ്റൊരു പുതിയ ലക്കമാണ്. പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയേണ്ടി വരുന്നതിൽ അതിയായ ഖേദമുണ്ട്, പ്രയാസമുണ്ട്. മാന്യ പ്രേക്ഷകർ, ആ പ്രേക്ഷകരുടെ എണ്ണം എത്രയായാലും അവർ സദയം ക്ഷമിക്കുമല്ലോ എന്ന് മാത്രം ഞാൻ ആശിക്കുന്നു. കാരണം അത്രയേറെ പ്രസക്തമായ വിഷയങ്ങളാണ് കഴിഞ്ഞ 2-3 വീഡിയോകളിൽ ഞാൻ സംസാരിച്ചത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നൊരു പശ്ചാത്തലത്തിൽ പറഞ്ഞ വിഷയം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടേണ്ടി വരുന്നത് ആ വിഷയം എത്രമാത്രം അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ 2 വീഡിയോകളിലായി പ്രതിപാദിച്ചു പോയ വിഷയം നമ്മുടെ ജനാധിപത്യ രാഷ്ട്രീയ പ്രക്രിയയുടെ അതിൻ്റെ ആ സംസ്കാരത്തിനുള്ളിലേക്ക് ഒരു മതപരമായ ഒരു സാമുദായിക പ്രേമം, ഒരു സാമുദായിക ശക്തി ഇടിച്ചു കയറ്റി, പ്രത്യേകിച്ച് ഐക്യജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തിൽ ഒരു ഇസ്ലാമിക വൽക്കരണം നടപ്പിലാക്കുന്നത് എത്രമാത്രം ഭയാനകമായ അവസ്ഥാവിശേഷങ്ങളാണ് കേരളത്തിൽ ഉണ്ടാക്കുന്നത് എന്നുള്ള തിരിച്ചറിവിന് വേണ്ടിയാണ്. അതിന് തുടക്കമിട്ടത് കേരളത്തിലെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി എന്ന് ഞാൻ പറയുന്നില്ല, സംഘടനയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവരുടെ ചെറുപ്പക്കാരനായ ഒരു നേതാവ് KM ഷാജി ഇപ്പോൾ നിലവിലുള്ള നിയമസഭയിൽ കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിയമസഭയിലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം നടത്തിയ ചില സമുദായ സ്നേഹപരമായ പരാമർശങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അതിൻ്റെ പ്രചരണ സംവിധാനത്തിലുടനീളം തെളിഞ്ഞു കാണുന്നത് എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും അതേക്കുറിച്ച് തന്നെ പറയേണ്ടി വരുന്നത്. നമുക്ക് നിങ്ങൾ ശങ്കിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞ വിഷയം തന്നെ പറഞ്ഞ് നിങ്ങളെ മോഷിപ്പിക്കുന്നില്ല. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉണ്ടായ ചില സംഭവങ്ങൾ, ആ സംഭവങ്ങളുമായി സമന്വയിപ്പിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പായി നമുക്കാദ്യം ഒരു അനൗൺസ്മെൻറ്റ് വാഹനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറും മുൻ മന്ത്രിയുമൊക്കെ TP രാമകൃഷ്ണൻ്റെ ഒരു പ്രചരണ വാഹനം പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലൂടെ അതിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ദൃശ്യം, ആ ദൃശ്യം നിങ്ങളെ കാണിക്കാൻ എനിക്ക് നിർവാഹമില്ല. അത്രത്തോളം സാങ്കേതിക വിദ്യ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിലില്ലാത്തത് കൊണ്ട് ആ അനൗൺസ്മെൻറ്റ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്നാലും ഞാനതൊന്ന് കേൾപ്പിക്കാം. സ്വകാര്യ പ്രചാരണം നമ്മുടെ വോട്ടുകൾ നമ്മുടെ കൗതുകത്തിലേക്ക് എന്നാണ്. അത് മത ഏകീകരണത്തിന്റെ ചിഹ്നം പിടിയാണ് മുസ്ലിം ലീഗ് നടത്തുന്നത്. മതവർഗീയതയുടെ തന്ത്രമാണ് പേരാമ്പ്രയുടെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ അവർ പയറ്റുന്നത്. സമത്വബോധമുള്ള മനുഷ്യർ മുസ്ലിം ലീഗിന്റെ മതരാഷ്ട്രീയ ധ്രുവീകരണത്തെ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ മനുഷ്യർ ജാതിക്കും മതത്തിനും അപ്പുറത്താണ്. മതസാഹോദര്യത്തെ ഊട്ടി വളർത്തേണ്ടവരാണ്. LDF മതരാഷ്ട്രീയത്തിന്റെ പക്ഷത്തല്ല, മനുഷ്യപക്ഷത്താണ്. പേരാമ്പ്രയുടെ മണ്ണ് മനുഷ്യപക്ഷത്താണ് എന്ന് തെളിയിക്കാൻ നിങ്ങളുടെ വോട്ടുകൾ ഇടതുപക്ഷത്തിന് രേഖപ്പെടുത്തുക. അപ്പോൾ അതാണ് ആ പ്രചരണ വാഹനത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോയ അനൗൺസ്മെൻറ്റ്. നിങ്ങളത് കേട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ചാനലുമായി ബന്ധപ്പെട്ട് ചില അസൗകര്യങ്ങളുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് മറ്റ് ചാനലുകളിൽ, വാർത്താമാധ്യമങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇന്ന് വളരെ അതിവേഗതയിൽ ഈ അനൗൺസ്മെൻറ്റ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം. അപ്പോൾ ഈ അനൗൺസ്മെൻറ്റ് വാഹനത്തിൽ നിന്ന് പറയുന്നത്, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു റെക്കോർഡ് ചെയ്ത അനൗൺസ്മെൻ്റാണ്.
ഒരു വ്യക്തി ഒരു മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് ആ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നതല്ല, ഒരു റെക്കോർഡിംഗ് ആണ്. ആ റെക്കോർഡിങ്ങിൽ അവർ പറയുന്നത് മുസ്ലിം ലീഗ് മതത്തിനു വേണ്ടി രാഷ്ട്രീയത്തെ ഉപയോഗപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിലെ ഒരു ചെറുപ്പക്കാരിയായ നേതാവ്, ആ കുട്ടിയുടെ പേര് ഫാത്തിമ തെഹ്ലിയ, ആ കുട്ടിക്ക് വേണ്ടി, ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി മുസ്ലിം ലീഗ് പരോക്ഷമായി മതത്തെ ഉപയോഗപ്പെടുത്തുന്നു. നമ്മുടെ കൗമിലെ കുട്ടിയാണ്, കൗമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു, നമ്മുടെ കൗമിലെ കുട്ടിയാണ്. കൗമ് അറബി വാക്കാണ്, അതിൻ്റെ മലയാള അർത്ഥം സമുദായം എന്നാണ് എന്ന് ഞാൻ ധരിക്കുന്നു. തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. അപ്പോൾ നമ്മുടെ സമുദായത്തിലെ കുട്ടിയാണ്, ആ കുട്ടി വിജയിക്കണം എന്ന് പരോക്ഷമായി ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടി, ഫാത്തിമ തഹ്ലിയയ്ക്ക് വേണ്ടി പേരാമ്പ്രയിൽ മുസ്ലിം ലീഗ് പരോക്ഷമായി പ്രചരണം നടത്തുന്നു എന്നാണ് ഈ LDFിൻ്റെ അനൗൺസ്മെൻറ്റ് വാഹനത്തിൽ നിന്ന് പറയുന്നത്. അപ്പോൾ അതിന് പ്രതിവിധി എന്താണ് എന്നുകൂടി ആ വാഹനത്തിൽ നിന്ന്, അനൗൺസ്മെൻറ്റിൽ നിന്ന് പറയുന്നുണ്ട്. നമ്മുടെ നാട് മതേതരമാണ്, മതേതരമായി ചിന്തിക്കുന്ന ഒരു ജനതയാണ്. അതിനുള്ളിലൂടെ ഒരു മതധ്രുവീകരണമുണ്ടാക്കി ഒരു മതശക്തി ആയി നിന്നുകൊണ്ട് ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്ന രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് സൃഷ്ടിച്ച് അതിലൂടെ ജയിച്ചു കയറാം എന്നാണ് ലീഗ് വ്യാമോഹിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി വ്യാമോഹിക്കുന്നത് എങ്കിൽ അതിനെ പ്രബുദ്ധരായ വോട്ടർമാർ തിരസ്കരിക്കണം എന്നാണ് ആ അനൗൺസ്മെൻറ്റ് വാഹനത്തിൽ നിന്ന് പറയുന്നത്. കൃത്യമായ ഉറപ്പൊന്നും, ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പൊന്നും ആ അനൗൺസ്മെൻറ്റ് വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. പരോക്ഷമായി അവർക്ക് കിട്ടിയ വിവരങ്ങളനുസരിച്ച്, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്ക് ഒരു പക്ഷേ ഈ സമുദായത്തിൽ നിന്ന് തന്നെ കിട്ടിയ വിവരങ്ങളനുസരിച്ചാവാം അതവർ പ്രചരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയത്. ഈ പ്രചരണത്തിനെതിരെ, ഈ അനൗൺസ്മെൻറ്റിനെതിരെ ഇടതുപക്ഷം വർഗീയമായി ഉപയോഗപ്പെടുത്തുന്നു എന്നാരോപിച്ചുകൊണ്ട് UDFിൻ്റെ നേതാക്കൾ, കോൺഗ്രസിൻ്റെ, ലീഗിൻ്റെ നേതാക്കൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ വാഹനത്തിൽ നിന്നും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന വിധത്തിൽ ഒരു പ്രചരണമുണ്ടായി എങ്കിൽ എതിർ സ്ഥാനാർത്ഥിയുടെ ആളുകൾ, അവരുടെ മുന്നണി, അവരുടെ രാഷ്ട്രീയ പാർട്ടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കേരളത്തിലെ പോലീസ് സംവിധാനത്തെയും ഒക്കെ സമീപിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതവർ അന്വേഷിക്കട്ടെ. പക്ഷേ ആ പ്രസംഗം, ആ അനൗൺസ്മെൻറ്റ് കേൾക്കുന്ന നമുക്ക് അതിലെത്രമാത്രം വർഗീയതയുണ്ട് എന്ന് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സംശയകരമാണ്. ഇനി വർഗീയതയാണല്ലോ പ്രധാന വിഷയം. സംസ്ഥാന രാഷ്ട്രീയത്തെയും ദേശീയ രാഷ്ട്രീയത്തെയും സംസ്ഥാനത്തെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെയും സാമുദായിക പ്രണനത്തിനു വേണ്ടി, സമുദായത്തിൻ്റെ ഐക്യത്തിനു വേണ്ടി, സമുദായത്തിൻ്റെ പ്രബുദ്ധതയ്ക്ക് വേണ്ടി, സാമ്പത്തിക ഉന്നമനത്തിനു വേണ്ടി, അല്ലെങ്കിൽ പുരോഗതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നാണല്ലോ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പ്രസംഗം കൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അത് ഏതാണ്ട് 2 മിനിറ്റ് ദൈർഘ്യമുള്ള പ്രസംഗമാണ്. മുൻകാലങ്ങളിൽ നിങ്ങളൊക്കെ അത് പല രീതിയിലും കേട്ടിട്ടുണ്ടാവും. കേരളത്തിൽ ഇന്ന് അങ്ങോളം ഇങ്ങോളം അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസംഗമാണ് ആ മഹാപണ്ഡിതൻ നടത്തിപ്പോയത്. ആ പണ്ഡിതൻ്റെ പ്രസംഗം നമുക്ക് ഓഡിയോ ആയി നേരത്തെ കേട്ടതുപോലെ തന്നെ ഒന്ന് കേൾക്കാം. ഞങ്ങൾക്കതിൽ സന്തോഷമുണ്ട്. ഈ വേദിയിലും ഈ സദസ്സിലുമൊക്കെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അവർക്കിടയിൽ നിന്ന് നിങ്ങൾക്ക് സുന്നിയെയും മുജാഹിദിനെയും ഈ കൊടിയുടെ ചുവട്ടിൽ നിന്ന് വേർതിരിച്ചെടുക്കാനാവാത്തവണ്ണം ഒരു ഉമ്മത്താണ്. നിന്റെ ഈ വിഷമുണ്ടല്ലോ, തുപ്പല് തെറിച്ചാൽ പോലും മരിച്ചു പോകുന്ന വിഷമുള്ള ഈ ജന്തുക്കളുണ്ടല്ലോ, അവരുടെ ഈ വിഷം കൊണ്ട് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനെ നിങ്ങൾക്ക് തകർക്കാനാവില്ല. അതിനാണ് ഈ സയ്യിദ്മാർ നിൽക്കുന്നത്.
അങ്ങ് തെക്കിൽ കാണുന്ന പോലെ ഈഴവന്മാരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മലബാറിലില്ല. മുസ്ലിങ്ങളെ തകർക്കാൻ അവന്റെ ഇസ്സത്ത് മാത്രം തകർത്താൽ മതി. വളരെ ആസൂത്രിതമായി അത് നടക്കുന്നു. സ്നേഹമുള്ളവരെ, CPM-ൽ ഒരാൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോ, SFI-ലും DYFI-ലും മെമ്പർഷിപ്പ് എടുക്കുമ്പോ ചിലരൊക്കെ ചിരിക്കുകയാണ്. ഓ, ലീഗിന് ക്ഷീണായി പോയി. ലീഗിന്റെ ആഫീസിന്റെ പരിസരത്ത് നിന്നല്ല അവർ പോകുന്നത്, അവർ തീരിന്റെ പരിസരത്ത് നിന്നാണ്. അത് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. അവർ പോകുന്നത് തീരിന്റെ പരിസരത്ത് നിന്നാണ്. മുസ്ലിം കുട്ടികളെ, പെൺകുട്ടികളെ കൊണ്ടുവന്ന് അവരെ തെരുവിൽ നൃത്തം ചവിട്ടിച്ച് സമുദായത്തെ വെല്ലുവിളിപ്പിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറയുന്നു, നിങ്ങൾ എത്ര തന്നെ പുരോഗമനമില്ലാത്തവരായി ഞങ്ങളെ മുദ്ര കുത്തിയാലും ആക്ഷേപമില്ല. ഈ ദീന് വിട്ടു കളിക്കാൻ ഞങ്ങളെ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മതമല്ല 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 വ്രതം. എന്നാ കേട്ടോ, ഞങ്ങൾക്ക് മതമാണ് 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 വ്രതം. അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. ബാക്കി എല്ലാവർക്കും മതമല്ലേ, ബാക്കി എല്ലാവർക്കും അവന്റെ സ്വത്വബോധമാവാം. വിലക്കുന്നവരെ മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അകക്കാമ്പ്. ഭരണമാണല്ലോ, ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയും, ഒരു സംശയക്കാര്യത്തിലില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, ഭരിക്കുന്നത് MLA-മാരുടെയും മന്ത്രിമാരുടെയും എണ്ണം കൂട്ടാൻ മാത്രമായിരിക്കില്ല. നഷ്ടപ്പെട്ടു പോയ 9.5 കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിച്ച് ആ സമുദായത്തിന് വകവെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. അവർക്കത് കിട്ടണം. കേരളം പോലെ ഒരു സമുദായം ചോര ചിന്തി നമ്മുടെ പിതാമഹന്മാർ നേടിത്തന്ന അവകാശങ്ങൾ അതവർക്ക് ലഭ്യമാക്കാനുള്ള പോരാട്ടമാവണം. അപ്പോൾ ഇതാണ് ആ പണ്ഡിതൻ്റെ പ്രസംഗം. മഹാപണ്ഡിതൻ ലീഗിൻ്റെ ആത്മീയ നേതാവ് KM ഷാജിയുടെ പ്രസംഗമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഞാൻ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ചെയ്ത വീഡിയോകളിലും പരാമർശിച്ച് കടന്നുപോയത് ഇതേ മഹാൻ്റെ പ്രസംഗം തന്നെയാണ്. ഒട്ടും വർഗീയതയില്ല, ഒട്ടും വർഗീയതയില്ല. വർഗീയത എന്ന് പറയുന്ന, അതായത് ഇസ്ലാമിക പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇസ്ലാമിക വർഗീയത തൊട്ടു തീണ്ടാത്ത ഒരു മഹാപ്രസംഗം നമ്മുടെ ചരിത്രത്തിലൊക്കെ ഇടം പിടിക്കേണ്ട ഒന്നാണ്. ഈ പ്രസംഗം ഒരു സാമുദായിക പരിപാടിയുടെ ഭാഗമായി നടന്ന ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു സദസ്സിൽ, ഒരു വേദിയിൽ വെച്ചാണ് ഷാജി ഈ പ്രസംഗം നടത്തിയത്. അദ്ദേഹം അവിടെ തന്നെ കൃത്യമായി പറയുന്നുണ്ട്, ഞങ്ങളെ ഭിന്നിപ്പിക്കാമെന്ന് ആരും കരുതണ്ട. അതായത് ഇവരുടെ കൂട്ടത്തിൽ ഒരുപാട് സംഘടനകളുണ്ട്, ആചാരത്തിലും വിചാരത്തിലും പ്രകാരത്തിലുമൊക്കെ വിവിധങ്ങളായി ജീവിക്കുന്ന ആളുകളാണ് ഇവർ. പക്ഷെ അവരെയൊക്കെ ഒരുമിച്ച് കൂട്ടി ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ ഭിന്നിപ്പിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. കമ്മ്യൂണിസ്റ്റുകാരെയും അല്ലെങ്കിൽ BJP-ക്കാരെയും ഒക്കെ ലക്ഷ്യം വെച്ചായിരിക്കും അങ്ങനെ ഒരു കുന്തമുന നീട്ടിയത് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് കിട്ടണം. ഞങ്ങളുടെ സമുദായം ഈ നാട്ടിൽ പുഷ്ടിപ്പെടണം. അതിനിടയ്ക്ക് ഏതോ ഒരു ചോദ്യം ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തിരുവിതാംകൂറിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മറ്റാർക്കൊക്കെ കൊടുത്തു പോലും. മലബാറിലാണ് മുസ്ലിങ്ങൾക്ക് കൂടുതൽ കേരളത്തിൽ പ്രാതിനിധ്യമുള്ളത്. എന്തേ മലബാറിൽ ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ മലബാറിൽ കിട്ടണം. അത് കഴിഞ്ഞ 9.5 വർഷം കാലയളവിനുള്ളിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റും കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. അതായിരിക്കുമല്ലോ ആ വികാരപ്രകടനത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോയ 9.5 വർഷം ഞങ്ങൾ തിരിച്ചു പിടിക്കും. ആർക്ക് വേണ്ടി? ഈ സമുദായത്തിന് വേണ്ടി. പിന്നെ വേറെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു മഹാവചനം അടിവരയിട്ട് വായിക്കേണ്ടതുണ്ട് കേട്ടോ. മതമല്ല 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 പ്രശ്നം എന്ന് കേരളത്തിൽ മതേതരമായി ചിന്തിക്കുന്ന ആളുകൾ പറയുന്നുണ്ട് പോലും. ഷാജി പറയുകയാണ്, മതമല്ല 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 പ്രശ്നം. അപ്പോൾ അതിന് മറുപടിയായി ഷാജി പറയുന്നു, മതമാണ് 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 പ്രശ്നം, മതം തന്നെയാണ് പ്രശ്നം. ഞങ്ങളുടെ മതം, ഞങ്ങളുടെ സമുദായം വിട്ട് യാതൊരു കളിയുമില്ല. അങ്ങനെ ഒരു കളിയും നിലവിലില്ല.
മതമല്ല 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 പ്രശ്നം എന്ന് പറയുന്നവനോട് പോടാ എന്നാണ് ഈ വിദ്വാൻ പറയുന്നത്. ഒന്നാലോചിച്ച് നോക്കണം. സാംസ്കാരികതയുടെ തീരത്ത് അധിവസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൊക്കെ നവോത്ഥാന കാലഘട്ടത്തിലൊക്കെ നവോത്ഥാനമൊക്കെ ഉണ്ടാക്കി അപരിഷ്കൃതമായി ജീവിച്ച ഒരു ജനതയെ സമ്പുഷ്ടീകരണത്തിലേക്ക് കൊണ്ടുവന്നു എന്നൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ അവകാശപ്പെടുന്നുണ്ട്. ആ അവകാശവാദത്തെ ഒന്നും ഞാനിവിടെ തള്ളിക്കളയുന്നില്ല. പക്ഷെ അത് കൊണ്ടുവന്ന് ഈ നവോത്ഥാനം ഇന്നീ കാണുന്ന മഹാവചനങ്ങളിൽ വരെ എത്തി. ഇതിനെ കോൺഗ്രസ്സുകാരെ മാത്രം ഒരു തരത്തിലും കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ ഇത്തരക്കാർക്ക് ശബ്ദിക്കാനുള്ള അവസരം കേരളത്തിൽ ഉണ്ടാക്കിക്കൊടുത്തതിൽ പ്രധാന പങ്ക് EMSനൊക്കെ ശേഷമുള്ള കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്. പഴയകാലത്ത് ശരീഅത്തിനെതിരെ EMS നടത്തിയ പ്രസംഗമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ പ്രസംഗത്തിനെതിരായി അന്ന് ലീഗുകാർ മലപ്പുറത്ത് വിളിച്ച മുദ്രാവാക്യവും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതൊന്നും ഞാനിവിടെ പുനരാവർത്തിക്കുന്നില്ല. അപ്പോൾ എല്ലാ കാലത്തും എല്ലാ സന്ദർഭങ്ങളിലും മതമാണ് 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 പ്രശ്നം. ഇപ്പോൾ ജനാധിപത്യ പ്രക്രിയയെ, അതായത് തെരഞ്ഞെടുപ്പ് എന്ന ജനാധിപത്യ പ്രക്രിയയെ കൂടി അട്ടിമറിക്കാൻ വേണ്ടി മതത്തെ ഉപയോഗപ്പെടുത്തും എന്ന് അന്ന് ഷാജി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉപയോഗപ്പെടുത്തി ഞങ്ങളെ ഭിന്നിപ്പിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട. ഞങ്ങൾ സാമുദായികമായി ഒറ്റക്കെട്ടാണ്. ആ ഒറ്റക്കെട്ടായ ഞങ്ങളെ പരാജയപ്പെടുത്താമെന്ന് നിങ്ങൾ കരുതണ്ട. ഭരണം ഞങ്ങൾ തിരിച്ചു പിടിക്കും. അത് ഈ സമുദായത്തിന് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കും എന്ന് ഷാജി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് ചരിത്രമല്ലേ? ഇതിപ്പോൾ ഏതോ ഒരു യൂട്യൂബ് ചാനലിന് 10 ആളെ കൂട്ടാൻ വേണ്ടി ഞാനിവിടെ ഇരുന്ന് പറയുന്നതാണോ? അങ്ങനെ നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? പക്ഷേ നിങ്ങൾക്ക് ഭയമാണ്. നിങ്ങൾ ഈ ഇസ്ലാമിക സമുദായത്തെ അപേക്ഷിച്ച് അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ പരാജയം. സ്വന്തം നില മറന്നുപോയി, സ്വന്തം സ്റ്റാൻഡേർഡ് മറന്നുപോയി, സ്വന്തം ആത്മീയമായ അന്തസ്സ് മറന്നുപോയി. അതാണ് ഇപ്പോൾ ഈ പരുവത്തിൽ ഇവിടെ എത്തി നിൽക്കുന്നത്. അപ്പോൾ KM ഷാജി എന്ന മുസ്ലിം ലീഗിൻ്റെ നേതാവ് ആയിരക്കണക്കിന് ആളുകളെയും ഇവരുടെ കൂട്ടത്തിലുള്ള ചില പണ്ഡിതന്മാരെയും ഒക്കെ സാക്ഷി നിർത്തി ഏതാണ്ട് 1 വർഷം മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ആരാണ് പ്രതികരിച്ചത്? BJP-കാരൻ പ്രതികരിച്ചിട്ടുണ്ടാവും, RSSകാരനും പ്രതികരിച്ചിട്ടുണ്ടാവും. പക്ഷെ BJP-കാരനും RSSകാരനും അതിനെതിരെ പ്രതികരിക്കുമ്പോൾ നിങ്ങൾ ഭൂരിപക്ഷ വർഗീയത എന്ന് പറഞ്ഞ് അവരുടെ നെഞ്ചിലേക്ക് കയറും. അപ്പോൾ നിങ്ങൾ പ്രതികരിക്കണ്ടേ? ഈ ഷാജി എന്ന് പറയുന്ന മഹാൻ സംസ്ഥാനത്തെ ഒരു നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങി സംസ്ഥാന നിയമസഭയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് നിയമസഭയിൽ ചോദ്യം ചെയ്യാമായിരുന്നല്ലോ. ഒരു ഘട്ടത്തിൽ ഒരു ദിവസം നിയമസഭയിൽ ഈ വിഷയം വന്നു. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ആ വിഷയം നിയമസഭയിൽ എടുത്തിടുന്നത്. എത്ര സൗമ്യമായി, എത്ര ശാന്തനായാണ് മുഖ്യമന്ത്രി ആ വിഷയത്തിൽ പ്രതികരിച്ചതെന്ന് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സഭാ TV ഒന്ന് സെർച്ച് ചെയ്താൽ മതി. എത്ര ശാന്തനായാണ് മുഖ്യമന്ത്രി ആ വിഷയം ആരെയോ ഭയപ്പെടുന്നത് പോലെ. മതമാണ് 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 പ്രശ്നം. അത് പറഞ്ഞു തീർന്നതിന് മുമ്പേ പ്രതിപക്ഷ ഉപനേതാവ് മുസ്ലിം ലീഗിൻ്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി അതിന് തടയിടാൻ വരുന്നു. ബഹുമാനപ്പെട്ട സർ സ്പീക്കറോടാണ്. അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, സമുദായത്തിന് വേണ്ടി പറഞ്ഞതല്ല. ഈശ്വര വിശ്വാസമാണ് പ്രധാനം എന്നാണ് പറഞ്ഞു വന്നത്. പക്ഷേ അത് മാധ്യമങ്ങളിലെത്തിയപ്പോൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. എത്ര സൗമ്യനായി ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതിനിടയിൽ കയറി മന്ത്രി MP രാജേഷ് ഇടപെടുന്നു. രാജേഷ് പറയുന്നു, അതുമാത്രമല്ല, മതമാണ് 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 പ്രശ്നം എന്ന് ഷാജി പറഞ്ഞത് അതുമാത്രമല്ല, അതിനെ കോട്ട് ചെയ്തുകൊണ്ട് വീണ്ടും ഷാജി പറയുന്നുണ്ട്, UDF അധികാരത്തിൽ വരേണ്ടത് കേരളത്തിലെ ഇസ്ലാമിൻ്റെ ആവശ്യമാണ്.
നിസ്സാരവൽക്കരിച്ചുകൊണ്ട് കേവലം 5 മിനിറ്റിനുള്ളിൽ ഒതുങ്ങിപ്പോയ ഒരു ചർച്ചയായിരുന്നു ഷാജിയുടെ ഈ കവല പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് നിയമസഭയിലുണ്ടായത്. അനാവശ്യമായ കാര്യങ്ങൾക്ക് സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് ഒരു താല്പര്യവുമില്ലാത്ത കാര്യങ്ങൾക്ക് നിയമസഭയിൽ കടിച്ചു കീറുന്ന ഈ കൂട്ടർ ഇത്ര വർഗീയമായ വിഷം ഒരു കേരളത്തിലെ നിയമസഭാ സാമാജികരിൽ നിന്ന് ഇത്ര വർഗീയമായ ഒരു വിഷം തുപ്പലുണ്ടായപ്പോൾ നിയമസഭയിൽ പ്രതികരിക്കാൻ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് സാധിക്കാതെ പോയി എന്നുള്ളതിൻ്റെ വില, ആ വിലയാണ് ഇന്ന് ഈ ഭയപ്പാടിൻ്റെ അവസ്ഥയിലേക്ക് എത്തിച്ചത്. ഇന്ന് നടന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി TP രാമകൃഷ്ണൻ്റെ വിജയത്തിന് വേണ്ടി നടത്തിയ ആ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ അനൗൺസ്മെൻറ്റിനെ ഞാൻ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. അത് തിരിച്ചറിയാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വൈകിപ്പോയി എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അന്ന് നിയമസഭയിൽ ഈ KM ഷാജി എന്ന വിദ്വാനെതിരെ അതിശക്തമായ നിലപാടെടുക്കാൻ കേരളത്തിലെ ഈ ഭരണകൂടത്തിന് സാധിച്ചിരുന്നുവെങ്കിൽ, ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് സാധിച്ചിരുന്നുവെങ്കിൽ, ഷാജിയും കൂട്ടരും ഈ ജനാധിപത്യ പ്രക്രിയ, ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ, ഈ രാഷ്ട്രീയ പ്രവർത്തനത്തെ മതത്തിൻ്റെ വാലിൽ കെട്ടുന്ന ഏർപ്പാട് അന്ന് അവസാനിക്കുമായിരുന്നു. പക്ഷെ നിങ്ങളത് ചെയ്തില്ല. നിങ്ങൾക്ക് വോട്ട് വേണമായിരുന്നു. ഇപ്പോൾ പുതിയൊരു സ്ഥാനാർത്ഥി എത്തിയപ്പോൾ ആ വോട്ടിൽ കുറവുകളുണ്ടാവും എന്ന് നിങ്ങൾ ഭയപ്പെടുന്നു. ഇത് EMS നമ്പൂതിരിപ്പാടിനെ പോലെയൊക്കെയുള്ള നേതാക്കൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞുപോയ കാര്യങ്ങളാണ്. വിശ്വസിക്കാൻ കൊള്ളുന്നതിനെ കൂടെ ചുമക്കണം, വിശ്വസിക്കാൻ കൊള്ളാത്തതിനെ കൂടെ ചുമക്കരുത്. താൽക്കാലിക ലാഭത്തിന് വേണ്ടിയുള്ള ഈ ചുമട് താങ്ങലാണ് ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. ഏതായാലും പേരാമ്പ്രയിലെ തെരഞ്ഞെടുപ്പ് രംഗത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു സാധാരണ വോട്ടർ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇന്നത്തെ ഈ അവസ്ഥയിൽ ഒന്നും പേരാമ്പ്രയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി TP രാമകൃഷ്ണൻ്റെ വിജയത്തിന് 1% പോലും പോറലേൽപ്പിക്കാൻ ഈ മതമാണ് പ്രശ്നം എന്ന് പറയുന്ന ആളുകൾക്ക് സാധിച്ചിട്ടില്ല. ദിവസങ്ങൾ ഇനിയും ഒരാഴ്ച കൂടി മുമ്പിലുണ്ട്. അവിടെ ശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരാണ്. അത് അവരുടെ രാഷ്ട്രീയം, മറ്റത് ഇവരുടെയും രാഷ്ട്രീയം, അത് അവരെന്തോ ആയിക്കൊള്ളട്ടെ, നമുക്കതല്ല വിഷയം. നമ്മുടെ വിഷയം കേരളം പോലെയുള്ള ഒരു ചെറിയ സംസ്ഥാനത്തിനകത്ത് നിന്നുകൊണ്ട് ഇത്ര ക്രൂരമായ രീതിയിൽ, ഇത്ര അന്തസ്സില്ലാത്ത നിലവാരത്തിൽ ഒരു സാമുദായിക സ്നേഹം പറയാൻ ഇക്കൂട്ടർക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മയൊക്കെ അത്ഭുതപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി തന്നെ പറഞ്ഞത്, വീണ്ടും വീണ്ടും ഇതേ വിഷയം തന്നെ ആവർത്തിക്കുമ്പോൾ പ്രേക്ഷകർക്ക് അത് എത്ര എണ്ണമായാലും, അത് ഒരാൾ, എൻ്റെ പ്രേക്ഷകർ ഒരാളായിരുന്നാൽ പോലും നിങ്ങൾക്കത് അലോസരം ഉണ്ടാക്കരുത് എന്ന് ഞാൻ തുടക്കത്തിലേ പറയാൻ കാരണം അതാണ്. ഈ വിഷയം, ഇത്തരം വിഷയങ്ങളാണ് കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടത്. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മഹത്വമൊക്കെ പണ്ടേ അവസാനിച്ചു പോയി. ഇവിടെ വലിയ സാമുദായിക ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കി പച്ച മലയാളത്തിൽ പറയുന്നു, 9.5 വർഷമായി കൈവിട്ടു പോയ സംസ്ഥാനത്തിൻ്റെ ഭരണം ഞങ്ങൾ പിടിച്ചെടുക്കുക തന്നെ ചെയ്യും. ചിന്തിച്ചു നോക്കണം. ഇതിൻ്റെ അപകടം എന്താണ് എന്ന് ജനാധിപത്യ കേരളം ചിന്തിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് പാർട്ടി, BJP എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. അവരോടൊന്നും പ്രത്യേകമായി എനിക്കൊന്നും പറയാനുമില്ല. പക്ഷേ ഈ സാമുദായിക പ്രേമത്തിൻ്റെ അപകടം ഇത് കേരളത്തിലെ എങ്ങോട്ടാണ് നയിക്കുന്നത്? ഭാവി കേരളത്തിലെ പുതിയ തലമുറ, ഇവർ മാത്രമല്ലല്ലോ കേരളം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും അതിന് മുമ്പുള്ള വീഡിയോയിലും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ജനപ്രതിനിധിയായി നിയമസഭയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് കേരളത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് മിണ്ടാനാവുന്നില്ല. അയാൾ പറയുന്നു തൻ്റെ സമുദായത്തിൻ്റെ പുരോഗതി, തൻ്റെ സമുദായത്തിൻ്റെ സാമ്പത്തിക നേട്ടങ്ങൾ, തൻ്റെ സമുദായത്തിൻ്റെ ഉന്നതിയെക്കുറിച്ച് അയാൾ സംസാരിക്കുന്നു. അയാൾ ആരെയാണ് പ്രതിനിധാനം? അഴീക്കോട് നിയമസഭാ മണ്ഡലത്തിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന നിയമസഭയിൽ അയാൾ ആരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ഇസ്ലാമിനെയും ഇസ്ലാമിസ്റ്റുകളെയും മാത്രമാണോ? അയാളെ ജയിപ്പിക്കാൻ വേണ്ടി അവിടെ പണിയെടുത്ത ഒരു കൂട്ടർ അവിടെയും ഉണ്ടല്ലോ, UDF സംവിധാനം എന്ന് പറയുന്ന, അതിൽ കോൺഗ്രസ്സുകാരില്ലേ?
ഇക്കൂട്ടരെ പരസ്യമായി തള്ളിപ്പറയാൻ, ഇക്കൂട്ടരെ നിയമസഭയിൽ എത്തിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് കേരളത്തിലെ വോട്ടർമാർ ഏത് കാലത്ത് പരസ്യമായി പറയുന്നുണ്ടോ അന്നേ ജനാധിപത്യ കേരളത്തിൽ കലാപങ്ങളില്ലാതിരിക്കൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് കലാപമുണ്ടാക്കാനുള്ള പൊട്ടിപ്പുറപ്പെടലാണ്. ഇന്ന് കേവലം ഒരു അനൗൺസ്മെൻറ്റ് വാഹനത്തിനകത്ത് നിന്നുകൊണ്ട് വോട്ടർമാർ തിരിച്ചറിയണം എന്നുള്ളൊരു സന്ദേശം മാത്രമാണ് പോയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രചരണ വാഹനത്തിൽ നിന്ന് പോയത് ഇങ്ങനെ ഒരു മതധ്രുവീകരണം നടക്കുന്നുണ്ട് എങ്കിൽ പേരാമ്പ്ര മണ്ഡലത്തിലെ വോട്ടർമാർ ജാഗരൂകരായിരിക്കണം എന്ന അറിയിപ്പാണ് പോയത്. ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യരുത് എന്നൊന്നും ആ അനൗൺസ്മെന്റ് വാഹനത്തിൽ നിന്ന് വിളിച്ചു പറയുന്നില്ല. അതിനെതിരെ പ്രതികരണം വരുന്നത് ഡൽഹിയിൽ നിന്നുമൊക്കെയാണ്. KC വേണുഗോപാൽ പ്രതികരിക്കുന്നു. എന്താ CPM-കാരും LDF-കാരും പേരാമ്പ്രയിൽ വർഗീയ പ്രചരണം നടത്തി വോട്ട് പിടിക്കുന്നു? അതാണോ വാസ്തവം? പേരാമ്പ്രയിൽ അങ്ങനെ ഒരു വർഗീയ പ്രചരണമുണ്ടോ? പക്ഷെ സ്വന്തം കൂട്ടത്തിലിരിക്കുന്ന ഒരു വിദ്വാൻ ഒരു വർഷം മുമ്പ് തൻ്റെ സമുദായത്തിനെ ഉദ്ധരിക്കാൻ വേണ്ടി നടത്തിയ പ്രസംഗത്തെക്കുറിച്ച് ഈ കൊച്ചു തോമന്മാർ ഒന്നും മിണ്ടുന്നില്ല. ഒരക്ഷരവും ഉരിയാടാനില്ല. KC വേണുഗോപാലനും VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും ഒന്നും പറയാനില്ല. ഈ കൂട്ടരുടെ ചുമട് താങ്ങികളായി ഇവരുടെ സമുദായത്തെ ഉദ്ധരിക്കാൻ വേണ്ടി കോൺഗ്രസ് എന്ന ഒരാശയത്തെ തലയിലെടുത്തുകൊണ്ട് ഇവരിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ജാഗ്രത കേരളത്തിലെ വോട്ടർമാർക്കുണ്ടാവണം. ഇത്തരം പ്രസംഗങ്ങളൊക്കെ നാം ഏറെ കേട്ട് കഴിഞ്ഞു. ഇത് കേരള ജനതയുടെ സംസ്കാരത്തെ നമ്മുടെ എന്താണ് വിശദീകരിച്ച് പറയേണ്ടത് എന്നെനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മ വരുന്നില്ല. ഒരു പ്രബുദ്ധതയുണ്ട്, ഒരു സംസ്കാരമുണ്ട്, മതത്തിനപ്പുറമായി ചിന്തിക്കുന്ന ഒരു ജനതയുണ്ട്. അവരെ ഏത് നിലവാരത്തിലേക്കാണ് ഇങ്ങനെയുള്ള ആളുകൾ എത്തിക്കുന്നത് എന്ന് ഈ പ്രബുദ്ധരായ വോട്ടർമാർ തന്നെ ചിന്തിക്കട്ടെ. ഞാനൊരു രാഷ്ട്രീയവും ഇവിടെ അവലോകനം ചെയ്യുന്നില്ല. പറയാനുള്ളത് പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ ഈ KM ഷാജിക്കെതിരെ ഒരു പരാതിയെങ്കിലും കൊടുക്കാൻ, സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കി കേരളത്തിൽ എന്നുള്ളൊരു പരാതി കേരളത്തിലെ CPM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകാമല്ലോ. തെരഞ്ഞെടുപ്പും കാര്യങ്ങളുമൊക്കെ അതിൻ്റെ ഒരു ഭാഗത്തേക്ക് പോകട്ടെ. അതെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.